بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم وتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളെ, തബാറക സൂറത്തിലെ 6-ാമത്തെ ആയത്ത് മുതൽ 11-ാമത്തെ ആയത്ത് വരെ സത്യനിഷേധികൾ അനുഭവിക്കുന്ന നരക പ്രവേശനവും അതിൻ്റെ ശിക്ഷയും യാഥാർത്ഥ്യങ്ങളുമാണ് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. നരകത്തിലേക്ക് അവരെ വലിച്ചെറിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നരകത്തിൻ്റെ ആക്രോശത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നാം പറഞ്ഞിരുന്നു. നരകത്തിൻ്റെ ശക്തിയും അതിൻ്റെ വലുപ്പവും ആ നരകം കാണിക്കുന്ന കോപവുമെല്ലാം ആ കൂട്ടത്തിൽ പറഞ്ഞ ശേഷം കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, നരകത്തിലേക്ക് ഓരോ വിഭാഗത്തെയും സംഘത്തെയും വലിച്ചെറിയപ്പെടുമ്പോൾ നരകത്തിൻ്റെ കാവൽക്കാരവരോട് ചോദിക്കും, സഅലഹും ഖസനതുഹാ, നരകത്തെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാമും ആ മാലിക് അലൈഹിസ്സലാമിൻ്റെ സഹായികളായ മലക്കുകളും സബാനിയാക്കളായ മലക്കുകൾ ചോദിക്കും, അലം യഅ്തികും നദീർ. ഈ ചോദ്യം ഒന്നുകൂടി നരകക്കാരെ ഭീതിപ്പെടുത്താനാണ്. ബോധ്യപ്പെടുത്തി ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നീതിയുടെ ഒരു വലിയ ദർശനമാണ്. എല്ലാം അറിയുന്നവനാണ് റബ്ബ് തആല എങ്കിലും ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുമ്പോൾ എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത് എന്ന് അയാൾക്കൊരിക്കലും തോന്നരുത്. ഞാൻ ശിക്ഷ അർഹിക്കുന്ന ആളാണ് എന്ന് അയാൾക്ക് തോന്നണം. അതിനാണ് ചോദ്യം, അലം യഅ്തികും നദീർ, നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലായിരുന്നു? എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പുകാരൻ എന്ന അർത്ഥത്തിൽ ആണ് ഈ വാക്ക് ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തെല്ലാവർക്കുമുള്ളൊരു നദീർ തങ്ങളാണ്. തുടക്കം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നദീറും ബഷീറുമാണെന്ന് അമ്പിയാക്കൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് പറഞ്ഞു വരികയാണ്. അപ്പോൾ എല്ലാ സമൂഹത്തേക്കും തങ്ങളുടെ ആ മുന്നറിയിപ്പിൻ്റെ വിഷയം, അമ്പിയാക്കൾ എല്ലാവരും മുന്നറിയിപ്പ് നൽകിയ വിഷയം ഒന്ന് തന്നെയാണ്. അത് സത്യനിഷേധവും അതുകൊണ്ടുണ്ടായിത്തീരുന്ന ദുരന്തങ്ങളും ആണ് എല്ലാ അമ്പിയാക്കളും ലോകത്ത് പറഞ്ഞത്. അപ്പോൾ ഒരു മുന്നറിയിപ്പുകാരൻ എന്ന അർത്ഥത്തിൽ ഒരു വലിയ മുന്നറിയിപ്പുകാരൻ എന്നാണ് ചോദിക്കുന്നത് എങ്കിൽ അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതല്ല, മുന്നറിയിപ്പുകാരും നിങ്ങൾക്ക് വന്നിട്ടില്ലേ?
എന്നാണ് ചോദ്യമെങ്കിൽ മുന്നറിയിപ്പുകാർ ധാരാളമുണ്ട്. മുന്നറിയിപ്പുകാർ ധാരാളമുണ്ടെന്ന് പറഞ്ഞാൽ ഈ ദീന് പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ, ഔലിയാക്കളും ഉലമാക്കളൊക്കെ മുന്നറിയിപ്പുകാരാണ്. ഒരു ഹക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആളൊക്കെ മുന്നറിയിപ്പുകാരാണ്. ഇനി കുറച്ചുകൂടി വിശാലമായി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സ്വഭാവങ്ങളിലും ശരീരങ്ങളിലും അയൽവക്കങ്ങളിലൊക്കെ വരുന്ന മാറ്റം ഇതൊക്കെ മുന്നറിയിപ്പാണ്. ഒരാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരുപാട് മുന്നറിയിപ്പുകാർ വന്നിട്ടേ ഒരാൾ മരിക്കുള്ളൂ. അവസാനം വരുന്ന മുന്നറിയിപ്പുകാരൻ അസ്രായിൽ അലൈഹിസ്സലാം. അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് പറയും, അനൻ നദീറുല്ലദീ ലൈസ ബാദി നദീർ, അനർ റസൂലുല്ലദീ ലൈസ ബാദി റസൂൽ. ഞാൻ അവസാനത്തെ ദൂതനാണ്, ഇനി എൻ്റെ ശേഷം ഒരു ദൂതൻ നിങ്ങൾക്ക് വരാനില്ല. ഞാൻ അവസാനത്തെ മുന്നറിയിപ്പുകാരനാണ്, എൻ്റെ ശേഷം ഒരു മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്കില്ല. അപ്പൊ അതിന് മുമ്പ് ഏതൊക്കെ മുന്നറിയിപ്പ്? ഒന്ന്, നമ്മുടെ ശരീരത്തിൽ അള്ളാഹു വരുത്തുന്ന മാറ്റം വലിയ മുന്നറിയിപ്പ്. ആരോഗ്യപരമായുള്ള ചേഞ്ച് അത് ഓരോ വർഷത്തിനനുസരിച്ച് മാറ്റമുണ്ടല്ലോ. മുമ്പൊക്കെ നമ്മൾ പറയും, ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു 10 കിലോമീറ്റർ നടന്നാലും ഒരു ക്ഷീണമല്ലായിരുന്നു. കുറച്ച് വിയർക്കുന്നേ ഉള്ളൂ, അത് പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. അത് കുറച്ചു നേരം നിന്നാൽ റെഡിയാകും, ആശ്വാസം. അപ്പം അങ്ങനെ നടക്കാൻ കഴിയില്ല. പിന്നെ എവിടെയെങ്കിലും ഒന്ന് കുറച്ച് നേരം ഇരുന്ന് കുറച്ചുകൂടി അധികം നേരമായി കഴിഞ്ഞാൽ കാലിൻ്റെയോ കൈയിൻ്റെയോ ശരീരത്തിൻ്റെ ഊരൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തരിപ്പ് വരികയാണ്. അപ്പം എന്താ ഇപ്പം ഈ തരിപ്പിൻ്റെ ഈ ഒരു മാറ്റം? അത് പ്രായം കൂടുമ്പോൾ അല്ലാഹു തആല തരുന്നൊരു മാറ്റാണ്, നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനും. ശരിക്ക് കാല് മടങ്ങുന്നില്ല, ഊരമടങ്ങുന്നില്ല, വേദനകൾ, അസ്വസ്ഥതകൾ, അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു തരുന്നൊരു മാറ്റം. പിന്നെ അവയവങ്ങൾക്കൊന്നും അതിൻ്റെ പഴയ ശേഷി കിട്ടുന്നില്ല. മുമ്പൊക്കെ ഒരു അത്യാവശ്യം കുറച്ചൊക്കെ ഒരു പൊട്ടുന്ന എല്ലാണെങ്കിലും കടിച്ചു പൊട്ടിച്ചിരുന്നു. ഇപ്പം അങ്ങനെ പൊട്ടിച്ചാൽ അതിന് പല്ലാദ്യം പൊട്ടിപ്പോവും. പല്ലിന് അത്ര പിന്നെ കൂവത്തേ ഉള്ളൂ. പഴയതുപോലെയല്ല. മുമ്പൊക്കെ ഒരു കടിച്ചാൻ പറ്റുന്ന കടിച്ച് അതിന് എത്ര നാടൻ കോഴിയാണെങ്കിലും ഒന്ന് കടിച്ച് അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് വലിച്ചെടുത്തിരുന്നു. ഇപ്പം കടിച്ചാൽ എല്ല് പൊട്ടുന്നതിന് മുമ്പ് പല്ല് പൊട്ടിപ്പോകുന്നുള്ള പേടിയാണ്. അതുകൊണ്ട് തൽക്കാലം അതടന്നോട്ട് ബാക്കിയുള്ളതൊക്കെ തിന്നാം. പല്ലിന് മാറ്റം അത് തന്നെ. എല്ലാ പല്ലും അതേ രൂപത്തിലില്ല, കുറച്ചൊക്കെ പതുക്കെ പോയി, കേടായിട്ടോ മറ്റോ പോയി. അങ്ങനെ ചെറുപ്പത്തിലെല്ലാം വരിക്കല്ലേന്നോ, നമ്മൾ ടോർച്ച് അടിച്ച് നോക്കി അങ്ങനെ എണ്ണ അങ്ങനെ കിട്ടുമായിരുന്നു. കുറേ പോയി. 10-ാം വയസ്സിലും ഉണ്ടായിരുന്നു, 15-ാം വയസ്സിലും ഉണ്ടായിരുന്നു, 20-ാം വയസ്സിലും ഉണ്ടായിരുന്നു. പല്ല് പൂർണ്ണമായിട്ട് ഇങ്ങനെ മാറി വരുന്നവരൊക്കെ റെഡിയായിരുന്നു. ചേഞ്ച് വന്നു. അതേ രൂപത്തിൽ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിലുള്ള നീര്, ആ നീരിനും മാറ്റം വന്നു. മുമ്പൊക്കെ എപ്പോൾ കുളിച്ചാലും കുഴപ്പമില്ലെന്നല്ലോ. ഇപ്പം അങ്ങനെ പറ്റൂല. എന്താ വന്ന ഒരു അസ്വസ്ഥത? ഒന്ന് കുളിച്ച ടൈം മാറിപ്പോയി. ടൈം മാറിയതുകൊണ്ട് ഇന്ന് അവിടെ ചെറിയൊരു അസ്വസ്ഥത ഉണ്ട്, ഉറക്കിന് മാറ്റമുണ്ട്, നീരിൻ്റെ അസുഖം വന്നിട്ട് ചില ഭാഗത്തൊക്കെ കടച്ചിലുണ്ട്. ഇത് പറയില്ലേ? ശരീരത്തിൻ്റെ ഉൾഭാഗത്ത് അല്ലാഹു തആല തന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ മുന്നറിയിപ്പാണ്. എന്നാൽ ബാഹ്യഭാഗത്തുണ്ട്. ബാഹ്യഭാഗത്തുള്ള ചേഞ്ച് നമുക്കെല്ലാവർക്കും തിരിയല്ലോ. നല്ല സൗന്ദര്യമുള്ള ശരീരത്തിൽ ചുളിവുകൾ ഏറെ തന്നു. ഏതെല്ലാം ഭാഗം ചുളിഞ്ഞു. ഇനി അത് ഇസ്തിരിട്ടാ നീരോ? ആ ചുളിവ് എങ്ങനെയെങ്കിലും ഒന്ന് ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് പോയിട്ട് ഒന്ന് മസാജ് നടത്തിയാൽ നീങ്ങോ? ചുളിവ് തന്നെ. എന്തിനാ ഈ ചുളിവ്? കണ്ണാടിയിൽ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, എൻ്റെ നെറ്റിയിലും എൻ്റെ മുഖത്തും എൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒരുപാട് ചുളിവുകൾ വന്നിരിക്കുന്നു. ഈ ചുളിവുകൾ എനിക്കുള്ള മുന്നറിയിപ്പാണ്. അതേ 10, 15, 20 വയസ്സിലൊക്കെ യാതൊരു പ്രശ്നമില്ലായിരുന്നു. നല്ല കമനീയമായ മുഖം, ആ മുഖത്ത് രോമങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ മാറിടങ്ങളിലൊക്കെ രോമം വന്നു, പല ഭാഗങ്ങളിലും രോമങ്ങൾ വന്നു. അതൊരു ചേഞ്ചാണ്, മുന്നറിയിപ്പാണ്. നീ ഒരു പാകതയിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട്.
ഇനി നിന്റെ പഴയ ലെവലൊക്കെ നീ ഒഴിവാക്കണം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കറുത്തതിന് കളറ് മാറി, വെള്ള കളറ് വന്നു, നരബാധിച്ചു. അത് ഒന്നുകൂടി മുന്നറിയിപ്പാണ്. സുബ്ഹാനല്ലാഹ്, ദീർഘദൂരത്തേക്കുള്ള കാഴ്ച ചുരുങ്ങി വന്നു. ദീർഘദൂരത്തേക്കുള്ള കാഴ്ച ചുരുങ്ങി വന്നു. കുറെ നേരം നോക്കി നിൽക്കുകയാണെങ്കിൽ കണ്ണിന് ഒരു മഞ്ഞളിപ്പാണ്, ഒരു വേദനയാണ്. ഇങ്ങനെ തുടങ്ങി. മുമ്പൊക്കെ രാത്രി എത്ര ഉറക്കൊഴിച്ചാലും പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ ടൈമിൽ ഉറങ്ങിയില്ലെങ്കിൽ പകൽ മുഴുവനും അതിൻ്റെ ക്ഷീണമാണ്. ശരീരത്തിൽ അള്ളാഹു തരുന്ന മാറ്റങ്ങളൊക്കെ മുന്നറിയിപ്പാണ്. ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാനാണിത് തരുന്നത്. പിന്നെയോ സഹോദരങ്ങളെ, ദുനിയാവിലെ വലിയ മുന്നറിയിപ്പാണ് മൗത്തുൽ അഖാരിബി വൽ അസ്ദിഖാഇ വൽ ജാരി വൽ അജാനിബ്. അടുത്തതും അകന്നതുമായ അയൽവാസികൾ, കുടുംബക്കാര്, കൂട്ടുകാര്, സുഹൃത്തുക്കൾ മൗത്തായി പോകൽ. നമ്മളെപ്പോലെ ആരോഗ്യത്തോടെ നടക്കേണ്ട സമപ്രായക്കാൾ രോഗികളായി കിടക്കൽ മുന്നറിയിപ്പാണ്. നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിന്റെ റൂഹ് പിടിക്കാൻ അസ്രായിൽ അലൈഹിസ്സലാം വന്നു. അവൻ മഹാൻ ചോദിച്ചെന്തായാലും മുന്നറിയിപ്പൊന്നുമില്ലാതെ വരുന്നു. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരാളതാ, നമ്മളങ്ങനെ ചോദിക്കാനും നിൽക്കൂല കേട്ടോ. ചോദിക്കാനും നിൽക്കൂല, മൂപ്പര് ചോദ്യം കേൾക്കാനും നിൽക്കൂല. ഇത് ദാവൂദ് നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ മലക്കുകളൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ട നബിയാണ്. ദാവൂദ് നബിന്റെ തസ്ബീഹ് ഇങ്ങനെ കേട്ടിട്ട് മലക്കുകളൊക്കെ അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ ആ തസ്ബീഹ് ചെല്ലുന്ന നബിയെ ഞങ്ങളൊന്ന് കണ്ടുവരട്ടെ. വല്ലാത്ത തസ്ബീഹാണ്. കേട്ടിട്ട് ഭൂമിയിൽ നിന്ന് ഉയരുന്ന തസ്ബീഹിന്റെ ശബ്ദം കേട്ടിട്ട് മലക്കുകൾ പറഞ്ഞു, ഞങ്ങൾ ആ നബിനെ ഒന്ന് കണ്ടുവരട്ടെ. അപ്പൊ അള്ളാഹു പെർമിഷൻ കൊടുത്തു, കണ്ടോളി. കൂട്ടം കൂട്ടം മലക്കുകളാണ് മഹാനവറുകളെ തസ്ബീഹിൽ സംബന്ധിക്കാൻ വേണ്ടി വന്നത്. അത് വല്ലാത്ത രസമുള്ള തസ്ബീഹായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തസ്ബീഹ് മഹാനവറുകൾ ഒറ്റക്കാണ് ചൊല്ലിയതെങ്കിലും ആ തസ്ബീഹിന് ആലം മൊത്തം ഉള്ള ആൾക്കാരെ കൂലി കിട്ടുന്നതാണ്. എന്താണ് ആ തസ്ബീഹിന്റെ മാറ്റം? ഒരാളാ ചെല്ലുന്നത്, പക്ഷെ ആലമിൽ എത്ര ജീവികളുണ്ടോ ആ ജീവികളുടെയൊക്കെ തസ്ബീഹിന്റെ കണക്കിന്റെ എണ്ണാണ് ആ തസ്ബീഹിനുള്ളത്. എന്താണ് ആ തസ്ബീഹിന്റെ പ്രത്യേകത? അത് അത്രയും വലിയ ഫിക്രോടുകൂടെയുള്ള തസ്ബീഹാണ്. ചിന്ത തസ്ബീഹ് തുടങ്ങി തീരുന്നത് വരെ അള്ളാഹുവിലേക്കുള്ള ചിന്തയിൽ മൂർജിക്കുക, കൂടുക എന്നല്ലാതെ ഒരു മിനിറ്റ് പുറകോട്ടില്ല. അപ്പൊ അത്ര നല്ല ചിന്തയുള്ള തസ്ബീഹാണ് നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം അവരുടെ തസ്ബീഹ്. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ തസ്ബീഹിൽ ഹരം മൂക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പർവ്വതങ്ങളെയും പക്ഷികളെയും ഒക്കെ കൊടുത്ത്. അപ്പൊ ആ പർവ്വതങ്ങളും തുടങ്ങി തസ്ബീഹ്, പക്ഷികളും തുടങ്ങി തസ്ബീഹ്. തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങിയ ഒരു കൂട്ടം പക്ഷികൾ വ്യത്യസ്ത കളറിലും വ്യത്യസ്ത തടിയിലൊക്കെ ഉള്ള പക്ഷികൾ വന്ന് ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ മുന്നിൽ ഇങ്ങോട്ടിരിക്കും. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും തസ്ബീഹ്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഒരു കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ ചെല്ലാനും പറയാനും ആമീൻ പറയാനൊക്കെ ഉള്ള ഒരു ആത്മാർത്ഥത. അപ്പം നമ്മളിപ്പോൾ വലിയ ഒരു സദസ്സിലാണെങ്കിൽ അവിടെയുള്ള ആമീനും മറ്റാമീനും മാറ്റമുണ്ട്. അങ്ങനെ ഇത്രയും തോന ആൾ പങ്കെടുത്ത സദസ്സല്ലേ, ഇവിടെയുള്ള ആമീന് വെറുതെ ആകുമല്ലോ, കുറച്ച് കരുതി പറയട്ടെ. ഇപ്പം അറഫാ മൈതാനത്ത് നിന്ന് ഒരാൾ ദ്വരക്കുന്നു ആമീൻ പറയും സാധാരണ രൂപത്തിലാകും. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരില്ലേ. ഇനി ഒന്നുമില്ല, ഞാൻ മോശക്കാരനെ കൂടെ പഠിച്ചോനെ, ഇതിൽ ആരെങ്കിലും ഇതൊക്കെ പരിഗണിച്ച ആളില്ലാക്കൂലല്ലോ. ഈ നല്ലോണം പരിഗണിച്ച് എത്രയോ ആളുകൾ ഉണ്ടാകുമല്ലോ. അപ്പം ആ ദുആ കുറച്ച് കരുതി ദുആയിരിക്കും. അതേപോലെ ഈ കൂട്ടം ആളുകൾ ഇതൊക്കെ അള്ളാന്റെ സൃഷ്ടികളല്ലേ. അപ്പൊ അവരെല്ലാവരും കൂടി ചൊല്ലുന്ന തസ്ബീഹ് ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹുന ബിൽ അശീ വൽ ഇശ്റാഖ്. 24 മണിക്കൂറും തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ പർവ്വതങ്ങളെയും നമ്മൾ കീഴ്പ്പെടുത്തി കൊടുത്തു. വത്വയ്റ മഹ്ശൂറ, പക്ഷികളെ നമ്മൾ ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു. എല്ലാം തസ്ബീഹെല്ലാം. അപ്പൊ അസ്രായിലിനോട് ചോദിച്ചു, ഇതെന്താ നിങ്ങൾ മുന്നറിയിപ്പില്ലാതെ വന്നത്? മുന്നറിയിപ്പിന് പ്രത്യേക ഡേറ്റും കാര്യങ്ങളൊന്നും വേണ്ട. ദാവൂദ് നബിയോട് പറഞ്ഞ മുന്നറിയിപ്പ് നോക്കി. അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു മുന്നറിയിപ്പില്ലാന്നോ? കഴിഞ്ഞ ആഴ്ച അല്ലേ അയലക്കാരൻ മരിച്ചത്? ആ ശരിയാ, ഇപ്പൊ സമയായില്ലേ? സമയമായി, എന്നാ പിടിച്ചോളി.
അയൽവക്കക്കാരൻ മരിച്ച് നമുക്കുള്ള മുന്നറിയിപ്പാണ്, അത് അയാളെ വീട്ടിലേക്കുള്ള മുന്നറിയിപ്പല്ല. അപ്പൊ അയൽവാസിയുടെ മരണം എത്രയായി? മൂപ്പർക്ക് വയസ്സ് 70 പടച്ചോനെ, ഒരു പക്ഷേ ഞാൻ 70 അടുത്ത് നിൽക്കുന്ന ഞാനായിരിക്കും. അല്ലെങ്കിൽ ഈ ഇതിലെങ്ങനെ ആയിരിക്കും അസ്രായേൽ പോയിട്ടുണ്ടാകുക? ഞാൻ അടുത്ത ആൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു നമ്പറൊക്കെ ഇട്ട് പോയിട്ടുണ്ടാവും. നമ്മളെ വിലയിരുത്തൽ അങ്ങനെയാണ്. പഴയ കാലത്തൊരു പറച്ചിലുണ്ട്, ഒരു നാടിൻ്റെ പരിസരത്ത് നിന്ന് ഒന്ന് പോയാൽ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഏകദേശം 2 കൂടി ഉണ്ടാവും. അങ്ങനെ ഒരു കണക്കൂട്ടി നിൽക്കലുണ്ട് ആൾക്കാർ. ഒന്നിപ്പോൾ ഇവിടുന്ന് പോയാൽ ഇപ്പോൾ അതിൻ്റെ കൂടെ 2 ഇവിടെ പരിസരത്ത് എവിടുന്നെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു കണക്കിൽ ആൾക്കാരിങ്ങനെ നിൽക്കലുണ്ട്. ആ കണക്കത്ര ശരിയാന്നുള്ള അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു കരുത്ത് ആൾക്കാർക്കുണ്ട്. ഒരുപക്ഷെ ഒരു ദിവസം തന്നെ അങ്ങനെ സംഭവിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത ദിവസങ്ങളിൽ സംഭവിക്കാം. അങ്ങനെ ചിലതൊക്കെ അങ്ങനെ ധാരാളം ഒത്തു വന്നതുണ്ട്. എന്നാ പിന്നെ 2 കൂടി പിടിച്ചിട്ടേ മൂപ്പര് പോകുള്ളൂ എന്നൊക്കെ പഴമക്കാരായ ആൾക്കാർ പറയലുണ്ട്. ഓലത് പറയുന്നത് കുറച്ചൊരു ചിന്താ വിഷയത്തിലുള്ളത് കൊണ്ടാണ്. അസ്രായിൽ അലിഹിസ്സലാത്തു വസ്സലാം അയൽവക്കക്കാരനെ പിടിച്ചില്ലേന്ന് ചോദിച്ചപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അപ്പൊ മുന്നറിയിപ്പ് തന്നിട്ട് തന്നെ വന്നല്ലേ, എന്നാ പിടിച്ചോളി. അത് അവസാനത്തെ മുന്നറിയിപ്പാണ്. അനന്നദീറുല്ലദീ ലൈസ ബഅദീ നദീർ, എന്റെ ശേഷം ഇനിയൊരു മുന്നറിയിപ്പുകാരൻ നിങ്ങൾക്ക് വരാനില്ല. അത് സഹോദരങ്ങളെ വിശാലാർത്ഥത്തിൽ പറയുന്ന മുന്നറിയിപ്പാണ്. അതേ സമയത്ത് ഇവിടെ മലക്കുകൾ, സബാനിയാക്കൾ, മാലിക് അലൈഹിസ്സലാം ചോദിക്കുന്ന മുന്നറിയിപ്പ് വേറെയാണ്. അലം യഅ്തികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലയോ? ആ മുന്നറിയിപ്പിനെ സംബന്ധിച്ച് ഇവിടെ പരിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന മുന്നറിയിപ്പുകാരൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഡ്യൂട്ടി നിർവഹിച്ചിരുന്ന അമ്പിയാക്കളും മറ്റുമൊക്കെയാണ്. ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. എത്ര കറക്റ്റാ മറുപടി നോക്കിങ്ങൾ. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്ന സംഘം പറയുന്ന മറുപടി, ഖാലൂ, അവർ പറയും. പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയുന്ന ഉറപ്പാ, അതുകൊണ്ടാ പറഞ്ഞു എന്ന് പറഞ്ഞേ. പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, പറയാൻ വരുന്നേ ഉള്ളൂ. പക്ഷെ നടക്കുന്ന സംഭവം ഉറപ്പായതുകൊണ്ട് ഖാലു, പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയും. ചിലത് നമ്മൾ ദാ വന്നു എത്തി എന്ന് പറയില്ലേ, അടുത്തെത്താനായ നേരത്ത്, അതേപോലെ ഖാലു ബലാ ഖദ് ജാഅനാ, അതേന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയാൽ മതിയല്ലോ. മുന്നറിയിപ്പുകാരൻ വന്നോ എന്നല്ല ചോദ്യം, ബല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ നിർത്തിയില്ല, പിന്നെ അതാ പറഞ്ഞു ഖദ് ജാഅനാ നദീർ. ഖദ് ജാഅനാ, തീർത്തും പറയട്ടെ വന്നിട്ടുണ്ട്, ആശങ്ക ഏതുമില്ല. ഖദ് ജാഅനാ നദീർ, മുന്നറിയിപ്പുകാരൻ ഞങ്ങൾക്ക് വന്നിരുന്നു എന്നത് തീർച്ചയാണ്. നിഷേധിക്കേണ്ട ചെറിയൊരു പങ്ക് പോലും ആ വാക്കിലില്ല. പക്ഷേ ഫകദ്ദബ്ന, വരാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല. ഫകദ്ദബ്ന, ഞങ്ങളത് കളവാക്കി തള്ളി. ഇവിടെ സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട് എന്ന് പറയുന്നവരല്ലേ അവിശ്വാസികളൊക്കെ. അവർക്കൊക്കെ അറിയാമല്ലോ അത് സത്യം മറച്ചു വെച്ചിരുന്നു കുറെ കാലം യഹൂദി നസ്വാറാക്കൾ. അങ്ങനെ ഒരു വിഷയം ഇല്ല എന്നവർ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ആ വിഷയത്തെപ്പറ്റി ബോധമുള്ള ആളുകൾ അവരോട് ഉത്ബോധനം നടത്തിയപ്പോൾ വിശ്വസിച്ചവർ ഒന്നുകൂടി കൂടുതൽ വിശ്വസിച്ചു. ബാക്കിയുള്ളവർ അതിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും വിശ്വസിക്കാൻ തുനിഞ്ഞു. എത്ര ആളുകൾ അങ്ങനെ ഉണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുന്നറിയിപ്പുകാരൻ എന്ന് കണ്ട് ശരിക്ക് തങ്ങളെ കണ്ട് സ്വീകരിച്ച് മറ്റുള്ളവരോട് വിഷയം പറഞ്ഞു കൊടുത്ത ആളല്ലേ വറഖത്ത് ബിൻ നൗഫൽ. നേരത്തെ അദ്ദേഹം ഒരു ക്രിസ്തീയ പണ്ഡിതനാണ്. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 1-2 വിഷയങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് നമ്മൾ തൗറയിലും ഇഞ്ചിയിലൊക്കെ വായിച്ച ആ അവസാനത്തെ നബി തന്നെയാണ്, സംശയമൊന്നുമില്ല. ആദ്യം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വന്ന് പറഞ്ഞ വിഷയം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, മക്കയിൽ വലിയൊരു ആഘോഷം നടക്കുകയാണ്. ആ ആഘോഷത്തിൽ ഖദീജ ബീവിയും കുറേ പെണ്ണുങ്ങളും കൂടി ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുന്നിലൂടെ ഒരാൾ പോകുന്നു. അയാൾ ഏത് നാട്ടുകാരനാണെന്ന് അവർക്കറിയില്ല. അയാൾ പറയുന്നു, അവസാനത്തെ
നബി വന്നിട്ടുണ്ട്. ആ നബിയുടെ ഇണയാകാൻ നിങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ആ വാക്ക് ഒന്ന് ശ്രവിച്ചു. മറ്റു പലരും അയാളെ കല്ലെടുത്തെറിഞ്ഞു. ഓടുന്നു. ഈ പെണ്ണുങ്ങളിങ്ങനെ ഇരിക്കുന്ന ഭാഗത്തുകൂടെ ഒരാൾ പോവുകയാണ്. അയാളെ അപ്പം കണ്ടു എന്നല്ലാതെ പിന്നെ അവർ കണ്ടിട്ടില്ല. ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഖദീജ ബീവിയുണ്ട്. അന്ന് ഖദീജ റളിയല്ലാഹു അൻഹ കച്ചവടമൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്ക് രണ്ടാം ഭർത്താവൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സമയമാണ്. അപ്പോൾ ചോദ്യം എന്താ? അവസാനത്തെ നബി വന്നിട്ടുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ആ നബിൻ്റെ ഇണയാകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാ ചോദ്യം. ഖദീജ റളിയല്ലാഹു അൻഹ അതിന് തയ്യാറായിട്ടൊന്നുമില്ല. പക്ഷെ ഈ വിവരവും ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്ത് ബിൻ നൗഫലിനോട് പറഞ്ഞിട്ടുണ്ട്. കുടുംബക്കാരനാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ബാപ്പയുടെ സഹോദരൻ്റെ മകനാണ് വറഖത്ത് ബിൻ നൗഫൽ. ആ നിലക്ക് അടുത്ത ബന്ധമുണ്ട്. അവിടെ പോയി പറഞ്ഞപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഒരു പക്ഷേ അവസാനത്തെ നബി വന്നിട്ടുണ്ടാകും. ആ പറഞ്ഞത് ശരിയായിരിക്കും. അപ്പോൾ മഹദി പറഞ്ഞു, എല്ലാവരും കല്ലെടുത്തെറിഞ്ഞു, ഒരാളിപ്പോൾ ഒരു വിഷയം പറഞ്ഞു പോകല്ലേ, എന്തിനാണ് അയാളെ എറിയുന്നത് വെച്ച് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, നിങ്ങളായിരിക്കും ഒരു പക്ഷേ ആ നബിയുടെ ഇണ എന്നൊരു സൂചനയും കൊടുത്തു. കാരണം ബാക്കിയുള്ളവരൊക്കെ കല്ലെടുത്തെറിഞ്ഞല്ലോ. നിങ്ങൾ ആ വാക്കിനെ പറ്റി ചിന്തിച്ചല്ലോ, എന്താണ് ഇപ്പോൾ ഈ പറയുന്നത്? ഒരാൾ പറയുകയാണെങ്കിൽ ആ വിഷയം ഒന്ന് കേട്ടല്ലോ. എല്ലാവരും അയാൾ എറിഞ്ഞു, മേല് വേദനാകുന്ന എറിയല്ല, അവിടുന്ന് പോന്നും പറഞ്ഞ് ചെറിയൊരു കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ ആട്ടും പോലെ എറിഞ്ഞു. നിങ്ങൾ എറിഞ്ഞില്ലല്ലോ. ഇല്ല, ഞാൻ എറിഞ്ഞില്ല. ഒരു പക്ഷേ നിങ്ങളായിരിക്കും എണ. ഇത് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പഠിച്ചോനെ അങ്ങനൊന്നും ആവൂല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. എനിക്കിപ്പോൾ 2 ഭർത്താക്കന്മാർ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി. പിന്നെ കുറച്ചുകൂടി സമയം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. വിവാഹം നടന്നതിന് ശേഷവും വറഖത്ത് ബിൻ നൗഫൽ ഇവിടെ ഉണ്ട്. പിന്നെ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ്, ഒരു 10-15 വർഷങ്ങൾ കഴിഞ്ഞ് 40-ാമത്തെ വയസ്സിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന സംഭവം പോയി പറഞ്ഞപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, ഹാദൻ നാമൂസുല്ലദി അൻസലല്ലാഹു അലാ മൂസ അലൈഹിസ്സലാം. ഇപ്പൊ കണ്ട് എന്ന് പറഞ്ഞതും നബിതങ്ങൾ കണ്ട് എന്ന് പറഞ്ഞതും വന്നു എന്ന് പറഞ്ഞതും അത് കറക്റ്റാണ്. അതേ ദൂതൻ തന്നെ മൂസാ നബി അലൈഹി സ്വലാമിനും അള്ളാഹ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഹക്കായ ഒരു നബിയാണ്. ആ വറഖത്ത് ബിൻ നൗഫലിന് വിശ്വസിക്കാൻ കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞു. പിന്നെ നബിതങ്ങളെയും കൂട്ടി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പോയപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, നിങ്ങൾ ഈ കൊണ്ടുവന്ന സന്ദേശം സത്യമാണ്, പക്ഷേ ഇതേപോലത്തെ ഹക്കായ സന്ദേശം കൊണ്ടുവന്നവരൊക്കെ അവരവരെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ആരെല്ലാം ഇതുപോലത്തെ സന്ദേശം കൊണ്ടുവന്നിട്ടുണ്ടോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നുമ്രൂദിൻ്റെയും മറ്റും അക്രമം കാരണം മൂസാ നബി അലൈഹിസ്സലാം സ്വന്തം നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്. ഈ സന്ദേശം കൊണ്ട് വന്നവരൊക്കെ ഇല്ലാ ഉഴുതിയ മടക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവ മുഖ്രിജിയഹും, ഈ നാട്ടുകാർ എന്നെ പുറത്താക്കുന്നു? അത് ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിൽ, കാരണം അത്രയും സ്നേഹവായ്പകളാണ് ആ മക്കക്കാർ നബിതങ്ങൾക്ക് നൽകുന്നത്, ബഹുമാനമൊക്കെ. ഇവരെന്നെ പുറത്താക്കുന്നോ? അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അതെ, അതിന് യാതൊരു തടസ്സവും ഉണ്ടാകൂല. പക്ഷേ അന്ന് ഞാൻ ഇവിടെ ഹയാത്തിലുണ്ടെങ്കിൽ അൻസുറുക നസ്റൻ മുഅസ്സറ, നിങ്ങളെ കൂടെ നിന്ന് ഒരു പിമ്പലമായി നിന്ന് നല്ല ശക്തി എന്നെ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. അതിന് വറഖത്ത് ബിൻ നൗഫൽ ഉണ്ടായില്ല, മരണപ്പെട്ടു പോയി. മരിച്ച ശേഷം വറഖത്ത് ബിൻ നൗഫലിനെ പറ്റി സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സ്വർഗത്തിന്റെ ഉദ്യാനത്തിലാണ്, തോട്ടത്തിലാണ്. ഇന്നഹു ഫീ ബുത്നാനിൽ ജന്ന, സ്വർഗത്തിന്റെ ഉദ്യാനത്തിലാണ്. എന്നാ സഹോദരങ്ങളെ, ഇത് മുന്നറിയിപ്പ് നൽകുന്ന ഒരു നബിയാണ് എന്ന് വ്യക്തമായി തിരിഞ്ഞിട്ടും മനസ്സിലായിട്ടും വിശ്വസിക്കാത്തവർ എത്ര പേരുണ്ടായിരുന്നു അന്ന്?
അവരൊക്കെ ഉറപ്പിച്ചു പറയും ബലാ ഖദ് ജാഅനാ നദീർ. ഇന്നത്തെ സമൂഹവും പറയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സത്യമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് വിശ്വസിക്കാനും പറഞ്ഞിട്ടുണ്ട്. എത്ര ആൾക്കാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അത് സത്യമാണ്, ആ വർത്തമാനങ്ങളൊക്കെ സത്യമാണ്, ബോധ്യപ്പെടാഞ്ഞിട്ടല്ലല്ലോ. പക്ഷേ അതിൻ്റെ പിന്നാലെ അങ്ങനെ നിന്ന് പോയാൽ വലിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണ്ട, ഭാഗികമായി അങ്ങനെ സ്വീകരിച്ചാൽ മതി. ശരിക്കും അങ്ങോട്ട് മനസ്സുറപ്പിച്ച് വെളിവാക്കി സമ്മതിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് തൊട്ടപ്പുറത്ത്. പിന്നെ എന്തെങ്കിലും വിശ്വസിക്കാതിരുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പം അതിനവർ പറയാണ് ഫകദ്ദബ്ന, ഞങ്ങൾക്കത് സംഗതി ശരിയാണെന്ന് മനസ്സിലായി, പക്ഷേ ഫകദ്ദബ്ന, ഞങ്ങൾ തള്ളി, ഞങ്ങൾ കളവാക്കി, ഞങ്ങൾ സ്വീകരിച്ചില്ല, സത്യമായിട്ട് അംഗീകരിച്ചില്ല. ഞങ്ങൾ മുന്നറിയിപ്പുകാരൻ വന്നു എന്നുള്ളതും ഞങ്ങൾക്ക് വന്നതാണെന്നൊക്കെ ഉറപ്പ്. ബലാ ഖദ് ജാഅനാ നദീർ, മറ്റാർക്കും വന്നതല്ല, ഞങ്ങൾക്ക് തന്നെ മുന്നറിയിപ്പുകാരനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഫകദ്ദബ്ന, ഞങ്ങൾ കളവാക്കി, വഖുൽനാ ഖദ് വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇ, ഓരോ കാര്യങ്ങളും നിയമങ്ങളും ഇറങ്ങുമ്പോൾ ഞങ്ങൾ പറയും സമാധാനത്തിന് വേണ്ടി, ഞങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി പറയും മാ നസ്സലല്ലാഹു മിൻ ശൈഇ, അള്ളാഹു അങ്ങനൊന്നും ഇറക്കിയിട്ടില്ല. ചിലർ പറയും അല്ല കിതാബ് ഇറക്കുകയാണെങ്കിൽ ഇപ്പം ഈ നബിക്കാണ് ഇറക്കേണ്ടത്, ഞങ്ങളെ കുടുംബത്തിൽ ഇറക്കിക്കൂടായിരുന്നില്ലേ? ഇത് തിരിയാഞ്ഞിട്ടല്ല. ചിലർ പറയും നബി വരികയാണെങ്കിൽ ഞങ്ങളെ കുടുംബത്തിൽ നിന്നാണ് വന്നുകൂടായിരുന്നില്ലേ, എന്തിനാ ഇപ്പം കുടുംബത്തിൽ നിന്ന് വന്നത്? ഇത് ശരിയാണെന്ന് അറിയാഞ്ഞിട്ടോ മറ്റോ അല്ല, ഇതിൻ്റെ പേരാണ് തക്ദീബ്, കളവാക്കുക എന്ന് പറഞ്ഞത്. കിതാബ് എന്തേ നബിതങ്ങൾക്ക് കൊണ്ട് ഒരുമിച്ച് ഇറക്കി കൊടുത്തുകൂടായിരുന്നില്ലേ? ലൗലാ ഉൻസില അലൈഹി, കിതാബ് ഒന്നായിട്ടങ്ങോട്ട് ഇറക്കി കൊടുത്താൽ എന്താ കുഴപ്പം വരിക? നുസ്സില അലൈഹി ജുംലത്തൻ വാഹിദ, ഒരു കൂട്ടർ എങ്ങനെ പറഞ്ഞു? കിതാബ് എന്താ അങ്ങനെ ഒന്നായിട്ട് ഇറക്കി കൊടുത്തുകൂടായിരുന്നില്ലേ? അല്ല, ഒന്നായിട്ട് വേണ്ട, അവസരങ്ങൾക്കനുസരിച്ച് ഇറക്കി കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ എന്താ? അപ്പൊ ഇത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, ഇത് കളവാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. ഈ നബി എന്താ ഈ കുടുംബത്തിൽ നിന്ന് വന്നത്? ഞങ്ങൾ ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് വന്നാൽ പോരായിരുന്നില്ലേ? ഓരോ കുടുംബത്തിൽ നിന്ന് വന്നാലും വേറുള്ള കുടുംബക്കാർ പറയില്ലേ ഇതേ വർത്താനം? അപ്പോൾ ഒരു നബി വന്നിട്ട് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള മറുപടിയാണതൊക്കെ. അങ്ങനെ ഒരുപാടുണ്ട്, ഒന്നൊന്നല്ല. ആ നബിയെ സ്വീകരിക്കാതിരിക്കാൻ പറഞ്ഞ ന്യായങ്ങൾ എത്രയുണ്ട്. ചിലർ പറഞ്ഞു ഇതിപ്പോ ഒരു നബിയാകാനും ചാൻസ് ഇല്ല. കാരണം എന്താ? മൂപ്പര് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നെ അങ്ങാടിയിലൊക്കെ പോകുന്നുണ്ട്, പിന്നെ ഇപ്പോൾ ഇവര് ആവിഷ്കരിക്കുന്ന നബി എങ്ങനത്തെ നബിയാകണ്ടേ? ഒരു കൂട്ടര് പറഞ്ഞു ഒരു മലക്കിനെ കണ്ട് ഇറക്കിക്കൂടായിരുന്നില്ല നബിയായിട്ട്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ, നബിമാരൊക്കെ നമ്മൾ ഇത്രയും കാലം ഇറക്കിയത് പുരുഷന്മാരായിട്ടാണ്. മലക്കുകളെ കൂട്ടത്തിൽ ആണ് പെണ്ണ് എന്നുള്ളതില്ലല്ലോ. ഓർക്ക് ആണെന്നും പറയില്ല പെണ്ണെന്നും പറയില്ല, മലക്കുകൾ അങ്ങനല്ലേ. ഇനിയിപ്പോ ഒരു മലക്കിനെ നിങ്ങൾ പറഞ്ഞ പോലെ ഇറക്കി തരികയാണെങ്കിൽ ആ മലക്കിനെ ആരാക്കണം? ആണാക്കണ്ടേ? ആണാക്കുമ്പോ പിന്നെ തിരിച്ചറിയാതെ വരുന്നതും മലക്കന്നെയാണോ മനുഷ്യനാണോ? അപ്പൊ പിന്നെ അങ്കലാപ്പിലാകല്ലേ ചെയ്യാം. ഇത് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞ ന്യായങ്ങളല്ല, തള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനെ അവര് പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു അല്ല, ഒരു നബി ഒന്ന് ശരിയാണ്, ഈ നബിക്ക് കുറച്ച് ആസ്തിയും കുറച്ച് സൗകര്യവും കുറച്ച് പൂന്തോപ്പും കുറച്ച് തോട്ടങ്ങളൊക്കെ വേണ്ടേ? എന്നാ പിന്നെ അവരാ പറഞ്ഞ കണക്കിനനുസരിച്ച് എല്ലാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞൊടിയിടയിൽ അല്ലാഹു തആല അങ്ങോട്ട് കൊടുത്താലോ? കൊടുക്കാൻ വിചാരിച്ചാൽ നബിയെ വേണമെങ്കിൽ തരാം, തരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളങ്ങനെ തന്നാൽ അതിൻ്റെ പിന്നീടൊരു കണ്ടീഷൻ വെക്കും, അവർ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ടില്ലെങ്കിലോ? മുമ്പ് കാലത്ത് പലരും ഇങ്ങനെ ചോദിച്ചിരുന്നു, അവരോടും പല കണ്ടീഷൻസ് പറഞ്ഞിരുന്നു, സ്വീകരിക്കാത്തത് കൊണ്ട് അവരെ ശിക്ഷിച്ചിട്ടുണ്ട്. അതല്ലേ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിനോട് അന്നത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞില്ലേ, ഈസാ നബിയെ നിങ്ങൾക്കും നമുക്കൊക്കെ ഒരു ആഘോഷാക്കാം, ഒരു സന്തോഷാക്കാം, അല്ലാഹു തആലാനോട് ഒരു തളികയിൽ സുപ്രയിൽ ഇങ്ങോട്ട് ഭക്ഷണം ഇറക്കി തരാൻ വേണ്ടി പറയണം, നിങ്ങളൊന്ന് ദ്വാരക്കണം, ഒരു സുപ്രയിൽ ഇങ്ങോട്ട് ഇറക്കി തരാൻ. അങ്ങനെ ഇറക്കി തന്നാൽ അത് വലിയ സന്തോഷാവും. തക്കൂനുലന ഈദല്ലി അവലിന വാഹിരിന വായത്തം മിങ്ക, അത് ഞങ്ങൾക്കും ഞങ്ങളുടെ പിന്നിൽ വരുന്ന ആളുകൾക്കും ഒക്കെ ഒരു സന്തോഷാകും, ഒരാഘോഷാകും.
മാത്രല്ല നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു തെളിവുമാകും. അതുകൊണ്ട് നിങ്ങളൊന്ന് അള്ളാഹിനോട് ചോദിക്കണം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു ഇന്നി മുനസ്സിലുഹാ അലൈക്കും. അവര് പറഞ്ഞ പോലെ തന്നെ ടൈം ആകുമ്പോൾ നമ്മൾ ഭക്ഷണം ഇറക്കിത്തരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫമൻ യക്ഫുർ ബഅദു മിൻകും ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ. അങ്ങനെ ഭക്ഷണം ഇറക്കി തന്നിട്ട് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാതിരുന്നാൽ മുമ്പൊരാളെയും ശിക്ഷിക്കാത്ത ശിക്ഷ കൊടുത്ത് നമ്മൾ പരീക്ഷിക്കും. അങ്ങനെ ഭക്ഷണപാത്രം ഇറങ്ങിയപ്പോൾ അല്ലാഹു തആല അതിന് കണ്ടീഷൻസ് വെച്ചു. എന്താ കണ്ടീഷൻസ് വെച്ചത്? നിങ്ങൾ ഭക്ഷിക്കുക, എടുത്തു വെക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഭക്ഷണം മതിയായോ മറ്റുള്ളവർക്ക് വേണോ കൊടുക്കുക. ഒന്നും പൂഴ്ത്തി വെക്കാനോ എടുത്തു വെക്കാനോ പാടില്ല. അടുത്ത നേരാകുമ്പോൾ ഈ റിസ്ക് തന്നവൻ തന്നെ അടുത്ത നേരവും റിസ്ക് തരും. നിങ്ങളെന്തിനാ പേടിക്കുന്നു? പക്ഷെ അവരെന്ത് ചെയ്തു? കുറച്ചെടുത്ത് അവിടെ പാത്തിച്ചു. കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ കൊടുത്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരോട് പറഞ്ഞ കൽപ്പന സ്വീകരിക്കാത്തത് കൊണ്ട് നമ്മൾ വരെ ഇന്നതിൻ്റെ കേട് അനുഭവിക്കാം. അവർക്ക് അല്ലാഹു തആല കൊടുത്തതിലെ വിഭവങ്ങളിലെ ഒരു വിഭവമായിരുന്നു മാംസം, കാടപ്പക്ഷിയുടെ മാംസം. അതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ കുറച്ചെടുത്ത് പാക്കറ്റിലാക്കി റെഡിയാക്കി വെച്ചു. അവരോട് പറഞ്ഞു അങ്ങനെ എടുത്തേക്കണ്ടാന്ന്. അവരന്ന് എടുത്തു വെച്ചത് കൊണ്ട് നമുക്ക് ഇറച്ചിയൊക്കെ കൂടുതൽ ദീർഘായുസില്ലാതെ പോവാണ്. അവരെങ്ങാനും എടുത്തു വെച്ചില്ലെങ്കിൽ ഒരു 10 കിലോ ഇറച്ചി വാങ്ങിയാൽ അതങ്ങനെ കുറച്ച് അങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ഭക്ഷിക്കാമായിരുന്നു. ഒരു കുഴപ്പമില്ല. ഇന്നതിന് കഴിയൂല. ഏത് സംവിധാനങ്ങൾ ഉപകരണങ്ങൾ വന്നാലും അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ കിടന്ന ഇറച്ചിയാണെങ്കിൽ അത് എന്തോ ഒരു കാട്ടെടുത്താണ് മേടി പൊളിക്കുമ്പോൾ ഉണ്ടാവും അതിൻ്റെ കോലം. അതിൻ്റെ ചോരയും അതിൻ്റെ കൂടി വട്ടി ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി പള്ളിയേക്കെത്തുമ്പോഴോ ചില ആളുകൾക്ക് തീരെ ശോധന അല്ലെങ്കിൽ അവർ കഷ്ണം കഴിക്കുമ്പോഴേക്കും അവർക്ക് ഫുള്ള് ശോധനക്കാരം. അങ്ങനെ അവസ്ഥ മാറിയതുകൊണ്ടാണത്. അങ്ങനെയൊക്കെ വരും. അത് ശരിയായ ഇറച്ചിക്കാണെ കുഴപ്പമുണ്ടാവില്ലല്ലോ. പക്ഷെ അവരന്ന് അങ്ങനെ എടുത്തു വെച്ചത് കൊണ്ട് നിങ്ങൾ നോക്ക്, മുമ്പൊരു ടീമിനെയും ശിക്ഷിക്കാത്ത വിധം ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ശിക്ഷ അള്ളാഹു കൊടുത്തത്? രൂപഭാവങ്ങൾ മാറ്റിക്കൊടുത്തു. പന്നികളും കുരങ്ങന്മാരുമായിട്ട് അവരെ മാറ്റിമറിക്കപ്പെട്ടു. ഈസാ നബി അലിഹിസലാം അവരെ പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തലപൊന്തിച്ച് നോക്കുകയാണ്. മുഖം കാണുമ്പോൾ ഈസാ നബിക്ക് വലിയ സങ്കടം. 3 ദിവസം മാത്രമേ അവർ നിന്നുള്ളൂ. ആ ടീം മൊത്തം നശിച്ചുപോയി. അള്ളാഹു പറഞ്ഞില്ലേ ചോദിക്കുന്നത് ഇറക്കിത്തരാം, പക്ഷേ നിബന്ധന വെക്കുമ്പോൾ ആ നിബന്ധന പാലിക്കണം. വിശ്വസിക്കാൻ പറഞ്ഞത് വിശ്വസിക്കണം, സ്വീകരിക്കാൻ പറഞ്ഞത് സ്വീകരിക്കണം, അല്ലെങ്കിൽ ശിക്ഷ തരും. ഇവരോടും അല്ലാഹു തആല പറഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്ത് മൊത്തം സ്വീകരിക്കാതെ വരും. കാരണം തങ്ങൾക്ക് പാഠമുണ്ടല്ലോ. തങ്ങൾ എത്രയോ തെളിവ് കാണിച്ചു കൊടുത്ത് വിശ്വസിക്കാത്തവരതിലില്ലേ. അപ്പൊ ആ കൂട്ടത്തിൽ എൻ്റെ ഉമ്മത്തിനെ ശിക്ഷിക്കുന്നത് കാണേണ്ടാന്ന് കരുതിയിട്ട് വാത്സല്യം കൊണ്ട് തങ്ങൾ പറഞ്ഞു, ആ ദൃഷ്ടാന്തങ്ങളൊന്നും വേണ്ട, തോട്ടം വേണ്ട, മണിമാളിക വേണ്ട. ഇവർ പറയും പോലെ മേൽഭാഗത്തുനിന്നൊരു കോണി വെച്ച് തായോട്ട് മലക്കുകൾ ഇറങ്ങി വരുന്ന കാഴ്ച വേണ്ട. എനിക്കങ്ങോട്ട് അവർ കാണും പോലെ കയറിപ്പോകേണ്ട അവസ്ഥയും വേണ്ട. ഒന്നും വേണ്ട, അതിപ്പോൾ വേണ്ട. തങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഞൊടിയിടയിൽ കൊടുക്കുമായിരുന്നു. അതന്നെയല്ലേ പവറും പത്രാസും പറഞ്ഞിട്ടല്ലേ ഫിർഔനും ആളുകളോട് പറഞ്ഞത്. ഫിർഔന് പറഞ്ഞില്ല മൂസാ നബി അലൈഹി സ്വലാമിനെ പറ്റിയിട്ട്, ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് ഈ സാധുവിനെ വിശ്വസിക്കുന്നത്? അയാൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എൻ്റെ കയ്യിലല്ലേ ഉള്ളത്? നിങ്ങൾ ഇന്നല്ലേ സ്വീകരിക്കേണ്ടത്? നിങ്ങളെല്ലാവരും മൂസാ നബിനാണ് സ്വീകരിക്കണത്. എങ്ങനെ? അലൈസലി മുൽക്കു മിസ്ർ, മിസ്റിന്റെ അധികാരം എനിക്കല്ലേ? എന്നിട്ട് എത്രത്തോളം പറഞ്ഞു? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹതി, ഈ നെഹ്റുകളൊക്കെ ഈ ഹാറുകളൊക്കെ ഒഴുകുന്നത് എൻ്റെ കീഴിലല്ലേ? എങ്ങനെയുണ്ട് വർത്തമാനോ? ഇവിടെയുള്ള ഈ പുഴകളും നദികളൊക്കെ എൻ്റെ കീഴിൽ, ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒഴുകല്ലേ. അതുകൊണ്ട് എന്നെ സ്വീകരിച്ചാൽ പോരെ നിങ്ങൾക്ക്? അം അന ഖൈറുൻ മിൻ ഹാദല്ലദീ ഹുവ മഹീനുൻ, ഈ പാവപ്പെട്ട ഈ സാധുവിനേക്കാളും ഞാനല്ലേ നല്ലോന്? നിങ്ങൾ എന്തിനാ ഇയാളെ കൂടെ കൂടിയത് എന്ന് ഫിർഔൻ ചോദിക്കാൻ.
കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം നോക്കിക്കണ്ട ആളല്ലേ ഫിർഔന്? ഒരു വട്ടം 9 വട്ടം ഒരഭിപ്രായ പ്രകാരം. ഖുർആന് വ്യക്തമായി പറഞ്ഞ 9 ആയാത്തിൻ ബയ്യിനാത്തിൻ. മറ്റൊരു വിഷയപ്രകാരം എത്രയോ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ട് അപ്പോഴൊക്കെ ഫിർഔന് പറയും മൂസ ഒന്ന് ദ്വാരക്ക്. കാരണം ഫിർഔന് ഈ ദ്വാരക്കാൻ പറയുന്നതിന്റെ പിന്നിൽ ഒരു വിഷയം കൂടി ഉണ്ടല്ലോ. 30 കൊല്ലം ആ കൊട്ടാരത്തിലാണല്ലോ മൂസാ നബി അലൈഹി സ്വലാം നിന്നത്. അതുകൊണ്ടാണ് നുബുവത്തുമായിട്ടൊക്കെ വന്നപ്പോൾ, റിസാലത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി കൊട്ടാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത് അലം നുറബ്ബിക ഫീനാ വലീദൻ വലബിസ്ത ഫീനാ മിൻ ഉമുരിക സിനീൻ. ഓ, കുട്ടിക്കാലം മുതൽക്ക് നമ്മൾ പോറ്റി വളർത്തിയിട്ട് കൊല്ലങ്ങൾ ഇവിടെ താമസിച്ചിട്ട് അള്ളാഹിന്റെ തീരുമാനം നോക്ക് നിങ്ങൾ. കൊല്ലണമെന്ന് നിശ്ചയിച്ച ശത്രുവിന്റെ വീട്ടിൽ തന്നെ സുഖത്തോടെ ആരോഗ്യകാലത്തിന്റെ നല്ലൊരു ഭാഗം ചെലവഴിക്കാൻ അള്ളാഹിന്റെ നിശ്ചയം. കൊല്ലണമെന്ന് നിശ്ചയിച്ച് പ്രസവിച്ച് കിടക്കുന്ന 20,000 കുഞ്ഞുങ്ങളെയും പ്രസവിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളായതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞ ഫറോവ, അവന്റെ സൈന്യം, അവരുടെ കൂട്ടത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വളരണമെന്നുള്ള അള്ളാഹുവിന്റെ ആ നിശ്ചയം അള്ളാഹു മനസ്സിലാക്കി കൊടുക്കല്ലേ. എന്താണ് ആ മനസ്സിലാക്കി കൊടുക്കൽ? ചെറുതല്ലല്ലോ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു വാക്ക് എത്ര വലിയ അർത്ഥത്തിലാണ് പ്രതിഫലിച്ചു പോയത്. കൊല്ലാൻ വേണ്ടി തുനിയുന്നിടത്ത് ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു വാക്കല്ലേ ഏറ്റവും നല്ല സന്തോഷകരമായൊരു വാക്ക്. ആ വാക്കിൽ സ്വാധീനിച്ചു പോയി. ഖുർറത്തു ഐനിൻ ലീ വലക് ലാ തഖ്തുലൂഹു. ഖുർറത്തു ഐനിൻ ലീ വലക്. ഏതായാലും ഫിറൗന് എനിക്കൊരു കുട്ടിയില്ല, ഒരു കുട്ടിയായി പറയാൻ ഒരു കുട്ടിയില്ല. പെണ്ണുങ്ങളാണെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളുണ്ടേനു. ഒന്നൊന്നല്ല, കൊട്ടാരത്തിൽ എത്ര ഉണ്ട്? ആസിയ ബീവി ലാസ്റ്റ് മെമ്പറാന്നുള്ളൂ. എത്ര ഉണ്ട്? ഖുർറത്തു ഐനിൻ ലീ വലക്. എനിക്കും നിങ്ങൾക്കും ഒരു കൺകുളിർമ, ഒരു കുട്ടിയെങ്കിലും കൊട്ടാരത്തിലുണ്ട് എന്ന് പറയാലോ, നമ്മളെ സംരക്ഷണത്തിൽ. അതിനൊന്നെങ്കിലും നിന്നോട്ടെ. അതാണ് ഫിറൗന് സത്യത്തിൽ പിടിച്ച് കിട്ടിയത്. ലാ തഖ്തുലൂ, കൊല്ലരുത്. എത്ര കുട്ടികളെ കൊന്ന്, ഇതിനെ കൊല്ലരുത്. ഒന്നെങ്കിലും അങ്ങനെ നിന്നോട്ടെ. ഇത് കാണാൻ നല്ല സുമുഖനും സുന്ദരനും നല്ല ഭംഗിയും നല്ല ചുറുക്കൊക്കെ ഉള്ളൊരു കുട്ടിയല്ലേ. ഈ കാലം വരെ ആയിട്ട് ഈ കണ്ട പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു കുട്ടിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ഇത് പറഞ്ഞപ്പോൾ കുട്ടികൾ ഫിറൗൻ ഉണ്ടാതിരിക്കുക ഫിറൗന്റെ കേടാണ്. ഇനിയിപ്പോൾ ആഖിറത്ത് മുമ്പ് ഒരു കുട്ടിയൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ മുഅ്മിനീങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ വലിയ സന്തോഷം അല്ലാഹ് കൊടുക്കുന്ന ഒരു ലോകമാണ് ആഖിറത്തിൽ. അവിടെ കുട്ടികൾ ഉണ്ടായ പലർക്കും കുട്ടികൾ നഷ്ടപ്പെടും. അതാ പേടിക്കണ്ടേ. തീരെ കുട്ടികളുണ്ടാകാത്തവർക്ക് കുട്ടികൾ എത്ര വേണ്ടി വെച്ചാൽ അല്ലാഹു തആല കൊടുക്കും. ഇവിടുത്തെ അധ്വാനമൊന്നുമില്ല. അവിടെ ഇപ്പോൾ കാള കൂട്ടാൻ പോകുന്ന ആൾക്ക് കൃഷിയിടം ഉണ്ടോ ചോദിച്ചപ്പോൾ കൃഷിയിടമുണ്ട് നബിയെ. കൃഷിയിടം ഉണ്ട്. സ്വഹാബത്തിനോട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് അവിടെ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇറങ്ങിയിട്ട് വിത്തൊക്കെ പാകി, നിങ്ങൾ ഡ്രസ്സ് മാറി കാള കൂട്ടി നടക്കൊന്നും വേണ്ടി വരില്ല, വിത്ത് പാകുമ്പോഴേക്കന്നെ പറിക്കാനാവും പറഞ്ഞു. സ്വർഗത്തിലെ നല്ല കൃഷിയിടം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ മാർക്കറ്റിൽ പോകുന്ന ആൾക്കാർ ചോദിച്ചു, അവിടെ അങ്ങാടിയൊക്കെ ഉണ്ടാകുമോ, ഞങ്ങൾക്ക് കുറച്ച് കച്ചവടമൊക്കെ ചെയ്യാൻ. ആ അങ്ങാടിയൊക്കെ ഉണ്ടാകും, പക്ഷെ നിങ്ങൾ കച്ചവടം ചെയ്തിട്ട് വില വാങ്ങേണ്ടി വരൂല. വസ്തുക്കളുണ്ടാകും, വാങ്ങലുണ്ടാകും, പിന്നെയും വസ്തുക്കൾ അങ്ങനെ വരും. നിങ്ങൾക്ക് നഷ്ടവുമില്ല, മറ്റൊർക്ക് പിന്നെ ലാഭവുമില്ല. അങ്ങനെ പോകും. ഒരു കൂട്ടർക്ക് മാത്രം ലാഭം, മറ്റൊർക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗ്ഗാവില്ലല്ലോ. എല്ലാവർക്കും ലാഭം, നഷ്ടം ആർക്കുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്ക്, ഫിർഔനോട് ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകൊണ്ട് പുറകോട്ടും. എത്ര ദുആ ഈ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെത് ഫിർഔന് കിട്ടിയിട്ടുണ്ട്. ഫിർഔന് 30 കൊല്ലം മൂസാ നബി അലൈഹിസ്സലാമിനെ പോറ്റി വളർത്തിയില്ലേ. 30 കൊല്ലം കഴിഞ്ഞ് പിന്നെയല്ലേ പുറത്തിറങ്ങി നടക്കുമ്പോഴാണല്ലോ ഖിബ്തിക്കാരനും ബനൂ ഇസ്രായേൽക്കാരനും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലിൽ മൂസാ നബി അലൈഹിസ്സലാം ഒന്ന് ഇടപെട്ടതാണ്. ഇടപെട്ടപ്പോ ഫിർഔനോട് ആരോ പറഞ്ഞു, പണ്ട് ചെറുപ്പത്തിൽ അതിനെ കൊന്നുടാനില്ലേ, നിങ്ങളെ പണിയാണത്. അന്തേ അതാണ്ടിലിപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങളെ വംശത്തിൽപ്പെട്ട ഒന്നവിടെ കാലിയായില്ലേ. മൂപ്പര റെഡിയാക്കിയത് മൂസാ നബി അലൈഹി സ്വലാം കൊന്നൊന്നല്ല. മൂസാ നബി അലൈഹി സ്വലാം പിടിച്ചു മാറ്റിയതാണ്. മൂസാ നബി നല്ല ആരോഗ്യമുള്ള നബിയല്ലേ. ഒന്ന് പിടിച്ചു മാറ്റിയപ്പോൾ നമ്മളിപ്പോൾ
ഗൾഫിലെത്തി കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വലിയ പോലെ ഹൈ ലെവൽ എന്തോ കണ്ടാൽ ഓലൊന്നും ഇന്ത്യ നമ്മൾ പണിയാവും. അങ്ങനെ നമ്മൾ നിന്ന് അങ്ങനെ നോക്കണ പോലെ കാണുക പടച്ചോൻ അതൊക്കെ ഏതാണ് വലിയ ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാർ ഓലെ കൈകൊണ്ട് ഇങ്ങനെ ഒരു ഉന്ത് തന്നാൽ കഴിഞ്ഞ നമ്മളെ കഥ. അത്രയും നല്ല തടിയും അത്രയും നല്ല നീളവും നമ്മൾ ഓലെ മുട്ടുകാലിൽ എത്തുന്നുള്ളൂ. അത്രയും വലിയ വലിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയാണ്. പഴയ കാലത്തെ ആൾക്കാരെ കുറച്ചുകൂടി നീളവും കുറച്ച് ആഴവും കുറച്ച് തടിയൊക്കെ ഉള്ളവരല്ലേ, കുറച്ച് നല്ല ആരോഗ്യമുള്ളവരാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, കന്നഹു മിൻ റിജാലി ശനൂഅത്ത, ശനൂഅത്ത് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരിൽപ്പെട്ട ഒരാളെ പോലെ ഉണ്ട് മൂസാ നബിനെ ഞാൻ കണ്ടപ്പോൾ. നല്ല ആരോഗ്യവാനാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബി ഒന്ന് പിടിച്ച് മാറ്റിപ്പോൾ ഇയാൾ വീകാനൊന്നും പറഞ്ഞിട്ടില്ല. മാറ്റിപ്പോൾ വീണപ്പോൾ ഇവിടെ മർമ്മത്ത് തട്ടി അയാൾ മരിച്ചും ചെയ്തു. എന്താ ഇപ്പം ചെയ്യുന്നത്? ഇതാപ്പോൾ ഖുർആൻ പറഞ്ഞത് ഫവക്കസഹു മൂസാ ഫഖലാലി, മൂസാ നബി തടഞ്ഞതാ. അത്രയും വലിയ ഊക്കിലുള്ള അടിയാ നടക്കണം. അപ്പം അതിനനുസരിച്ചല്ലേ തടയാ, ഒന്നുകൊണ്ട് മാറ്റി നിർത്തി. അപ്പം അയാൾ മരിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം, പടച്ചോൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള അപാകതയാണെന്ന് പറയരുത്, ഞാനൊന്നും ഇവിടെ ചെയ്തിട്ടില്ല, ഞാൻ ഇവിടെ കുറ്റം ചെയ്തില്ല, ഞാനിവരെ മാറ്റി നിർത്തിയതാണ്. ഇതൊരു അപാകതയായെങ്കിൽ റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, പടച്ചോനെ ഞാൻ ചെയ്ത് തെറ്റായെങ്കിൽ, ഞാൻ ഇവിടെ തെറ്റും ചെയ്തിട്ടില്ല, ഞാനിവരെ മാറ്റി നിർത്തിയതാണ് സ്വാഭാവികം നിലക്ക്, ഫഗ്ഫിർലി എനിക്ക് നീ മാപ്പാക്കി തരണേ. ഇതൊരു തെറ്റും കുറ്റമല്ല. പക്ഷെ ആ വിഷയത്തെപ്പറ്റി മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സിൽ വന്നൊരു ഖേദാണത്. ഇതിനെ സംബന്ധിച്ചല്ലേ പിന്നെ അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാം അവിടുന്ന് പോയി 10 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഫിർഔന്റെ ചോദ്യമാണ്, കുട്ടിക്കാലത്ത് ഇവിടെ നിന്നിട്ട് ഇപ്പം അങ്ങനെ പതുക്കെ വന്നിട്ട് നബിയാൻ റസൂലാന്നും പറഞ്ഞ് വന്നിരിക്കുക, നടക്കൂല ഇവിടെ കാര്യം. പക്ഷേ ആ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ കണ്ടനുഭവിച്ചറിഞ്ഞ ആളാണ് ഫിർഔൻ. ഏത് ആപൽ ഘട്ടങ്ങൾ വരുമ്പോഴും പറയും, ഒന്ന് ദ്വാരക്കണം, ഉദൂലനാ ബിമാ അഹിദ ഇൻദക്, നിങ്ങൾക്ക് പരിചയമുള്ള കുറെ ഇസ്മും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അള്ളാനെ വിളിക്കാൻ പറ്റിയത്, അത് വിളിച്ചിട്ട് നിങ്ങളൊന്ന് ദ്വാരക്കണം നമുക്ക് വേണ്ടി. ഇന്നനാല മുഹ്തദു, നമ്മൾ നേർക്ക് നടന്നോളാം, നല്ല വഴിക്ക് വന്നോളാം. ഫലമ്മാ കശഫ്ന അൻഹുമുൽ അദാബ ഇദാഹും യൻകുസൂൻ, ശിക്ഷ നമ്മൾ നീക്കിക്കൊടുത്താൽ പിന്നെ കരാർ അവർ പൊളിക്കും, പിന്നെയും പഴയ രൂപത്തിലേക്ക് പോകും. ഈ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ്, നബിയാണ്, സ്വീകരിക്കേണ്ട ആളാണ്. പക്ഷേ ഫകദ്ദബ്ന, കളവാക്കി തള്ളി. എല്ലാവരും അങ്ങനെ തന്നെ, ഫകദ്ദബ്ന, നമ്മൾ കളവാക്കി തള്ളി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, അള്ളാഹു ഇങ്ങനൊന്നും ഇറക്കിയിട്ടില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്തു. ഈ പ്രബോധിക്കുന്ന ആളുകളോട് പറയും, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. പ്രബോധനം നടത്തുന്ന മുർസലീങ്ങളോട് പറയുന്നൊരു ഭാഷ, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഓ മുർസലീങ്ങളെ, നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്, ഹക്ക് സ്വീകരിക്കാത്തവരാണ് മുർസലീങ്ങളോട് പറയുന്നത്. നിങ്ങളാണ് പേച്ചത്, നമ്മളല്ല, നിങ്ങളാ പേച്ചത്. ഖുറൈശികൾ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടും പറഞ്ഞില്ലേ, നിങ്ങളാണ് പേച്ചവർ, നമ്മളല്ല, നമ്മളൊക്കെ നല്ലവരാണ്. ജൂതന്മാരും നസാറാക്കളും പറഞ്ഞു, നമ്മളാണ് സത്യത്തിലുള്ളത്, നമ്മൾ ആണ് സത്യത്തിൻ്റെ ആൾക്കാർ, നമ്മളാണ് ജയിക്കുക. ഓരോരുത്തർ പറയാം ഇവർ ജയിക്കൂല, ഇവർ നരകത്തിലായിരിക്കും. ഇനി നമ്മൾ നരകത്തിൽ കടക്കേണ്ടി വന്നാൽ തന്നെ കുറച്ച് ദിവസം കിടക്കും, ബാക്കിയുള്ള ദിവസമൊക്കെ ഇവർ കിടക്കും. അപ്പം നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾ അള്ളാഹിനോട് കരാറ് വാങ്ങിയണോ? കുറച്ച് ദിവസങ്ങൾ കിടക്കുള്ളൂ, ബാക്കിയുള്ള ദിവസം ഞങ്ങളാണ്. എന്താ നിങ്ങൾ ഈ പറയുന്ന നുണ? ഖുൽ അത്തഖദ്തും ഇൻദല്ലാഹി അഹദൻ, അള്ളാഹുവിനോട് നിങ്ങൾ വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? കുറച്ചു കാലം ഞങ്ങൾ അവിടെ കിടത്താവൂ, പിന്നെ സ്വർഗത്തേക്ക് വിടണം, ബാക്കി വരെ കിടത്തിയാൽ മതി. ശുദ്ധമായ നുണയാണ്. അതല്ലേ കളവ് എന്ന് പറഞ്ഞ ഫകദ്ദബ്ന, ഞങ്ങൾ കളവാക്കി തള്ളി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, അള്ളാഹു ഇങ്ങനൊന്നും ഇറക്കിയിട്ടില്ല എന്ന് സമാധാനത്തിന് വേണ്ടി പറഞ്ഞു. എന്നു മാത്രമല്ല, ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, മുർസലീങ്ങളോട് പറഞ്ഞു നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്. ഇവിടെ 2 വിഷയങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമുക്കുമുള്ള മുന്നറിയിപ്പുകാരനാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരുപാട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നൽകിയ മുന്നറിയിപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവസാന ഘട്ടത്തിലേക്കുള്ള മുന്നറിയിപ്പുകൾ ഏകദേശം കണ്ടു തുടങ്ങുകയാണ്. പലതും നമ്മൾ അനുഭവിച്ച് കഴിയുകയാണ്. സഹോദരങ്ങളെ, ആ മുന്നറിയിപ്പ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. തങ്ങൾ പഠിപ്പിച്ചതാണ് ഈ മുന്നറിയിപ്പുകളൊക്കെ.
അവസാന ഘട്ടത്തിലേക്ക്, ലോകം അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മുന്നറിയിപ്പുകൾ വരും. അതിൽ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ കണ്ടില്ലേ നിങ്ങൾ? എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ആളുകൾ, ഏറ്റവും അധികം മുസ്ലിങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ സമയവും വിഷയവും കാര്യവും ഒന്നും മനസ്സിലാക്കാതെ ഇപ്പം ഏറ്റവും അധികം ആളുകൾക്ക് ട്രെൻഡായി മാറുന്നത് ഒന്നുകിൽ അവർ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതത്തിൻ്റെ വക്താക്കളാകുക, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്നിൻ്റെ ആളുകളാകുക, അല്ലെങ്കിൽ വിനോദത്തിൻ്റെയും കളിയുടെയും ആളുകളാകുക. അതിനാണപ്പോഴുള്ള വലിയ ചെലവൊക്കെ ചെയ്യുന്നത്. അനുദിനം വർദ്ധിക്കുകയല്ലേ, അത് കുറയല്ലേ അനുദിനം വർദ്ധിക്കുക ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ഒരു ദുരന്ത ഫലം വിശദീകരിക്കുന്ന ചില ഹദീസുകളൊക്കെ ഉണ്ട്. അത് ഭൂമിയിലെയും ആകാശത്തിലെയും വിഷയങ്ങൾ അല്ലാഹു തആല ചോദിക്കുന്നിടത്ത് ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഉള്ള ശിക്ഷകൾ, രണ്ട് തരത്തിലുള്ള ശിക്ഷകളും അല്ലാഹു തആല സൂറത്തു തബാറക സൂറത്തിലൂടെ ചോദിക്കുന്നുണ്ട്. ആമിൻതും മൻ ഫിസ് സമായി എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ അത് വായിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകൾ ഇതിൻ്റെ പിന്നിലാണ്, പലരും ഇതിൻ്റെ പിന്നിലാണ്. നമ്മുടെ മക്കളാരും അതിൻ്റെ പിറകെ ഉണ്ടായിട്ട് അവരങ്ങനെ ഏത് സമയത്തും വീട്ടിലേക്ക് വരുമ്പോൾ കതക് തുറന്നു കൊടുക്കേണ്ട ദാരുണമായ സാഹചര്യം ഉണ്ടാകരുത്. മുമ്പൊക്കെ വാപ്പാരൊക്കെ ക്ഷണിച്ചിരുന്നു, 10 മണിയാകുമ്പോഴേക്ക് എവിടെ പോയാലും ശരി വീട്ടിലെത്തണം. ഇന്ന് നിനക്ക് തോന്നുമ്പോൾ നീ വന്നോ, ഞാൻ തുറന്നു തരാമെന്നുള്ളതാണ്. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ആ കളിക്കൂടാരം ഓപ്പൺ ചെയ്യുന്നതിനെ 10 മണിക്കാണ്, പിന്നെ 4 മണി വരെ തുടർന്ന് ആ പരിപാടി നടക്കുകയാണ്. അത് നമ്മളാളുകളല്ലേ കൂടുതൽ, മറ്റുള്ളവരൊക്കെ പിറ്റേന്ന് പണിയുണ്ടെന്നവരൊക്കെ അവിടെ പോയി ഉറങ്ങിയിട്ടുണ്ട്, തിമർത്താടുകയാണ്. എന്നിട്ട് പകല് സമയം സുബഹിന്റെ നേരം ഒക്കെ ഖളാ ആക്കി ഉറങ്ങാണ്. രക്ഷിതാക്കളോട്, ഉമ്മമാരോട് പറയട്ടെ, അത്തരത്തിലുള്ള ഒരു ദുർവൃത്തിക്ക് നമ്മുടെ മക്കളെ വിടരുത്. അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് വളരെ വലിയ ദുരന്തമാണ്, ചെറുതല്ല, വളരെ വലിയ ദുരന്തമാണ്. അവർ 2 മണിക്കൂർ എന്ന് പറഞ്ഞ് പോയിട്ട് അതിന് ക്യാഷ് കൊടുത്ത് കളിക്കാണ്. അതെങ്ങനെ ഹലാലാകുമെന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മണിക്കൂറിന് എന്തോ ഒരു ക്യാഷ് ഉണ്ടല്ലോ, അത് അടച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് ഒരു നല്ലൊരു കച്ചവടമൊക്കെ ചെയ്യാം. കാരണം ആളുകൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ക്യാഷ് ഇങ്ങനെ കിട്ടുകയല്ലേ. അപ്പോൾ ടീമൊക്കെ വരുന്നതിനനുസരിച്ച്, മുമ്പൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു പറമ്പിലുണ്ടെങ്കിൽ ആ പറമ്പിൽ 4 പന്ത് ഇട്ടായിരുന്നു, വലിയ മുടക്കൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനല്ല. ഇപ്പം നിങ്ങൾ നോക്ക്, കുറച്ചുകൂടി ആൾക്കാരുടെ കയ്യിൽ സാമ്പത്തിക സ്രോതസ്സൊക്കെ വന്നപ്പോൾ ഞെരുക്കെന്നൊക്കെ ഒരു ഭാഗത്ത് പറയും. പക്ഷെ ഇത്തരത്തിൽ കാര്യങ്ങൾക്കൊന്നും ഞെരുക്കല്ല, സുലഭമായി സജീവമായി നടക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ആത്മാഭിമാനത്തോടെ പറയും, ഓ ഞാനൊരു 3 കളിയിൽ കളിച്ചിട്ടുണ്ട്, ഒരു സ്വർഗത്തിലൊക്കെ പോയി വന്നാളെ ഭാര്യ പറയണത്. അല്ലെങ്കിൽ ഒരു മസ്ജിദുൽ അഖ്സയിലും മസ്ജിദ് നബിയിലൊക്കെ പോയി വന്ന ആളെ മതി, 3 വട്ടം ഞാൻ കളിച്ചിട്ടുണ്ട്, അതിന് ഒരു ചാൻസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സംഭവം, ഭയങ്കര അഭിമാനം പറയണത്. എന്താ നിങ്ങൾ നോക്ക്, ക്യാഷ് കൊടുത്തിട്ട് ഈ നേരം മുഴുവനും കളഞ്ഞിട്ട്, ആ നേരത്തൊക്കെ തിമിർത്താടിയിട്ട് സുബഹി നിസ്കാരം ഖളാക്കിയിട്ട്, മറ്റു നിസ്കാരങ്ങളിലെ ജമാഅത്തും കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട്, ബാപ്പാനും ഇമ്മാനെയൊക്കെ ധിക്കരിച്ചിട്ട്, എന്തെല്ലാം വിഷയങ്ങൾ വരുന്നുണ്ട്. നിസ്കാരം ഖളാകുന്ന അവസ്ഥയിലേക്ക് ഒരു കളി നീങ്ങുകയാണെങ്കിൽ ഹറാമാന്നല്ലേ ഫത്തുൽ മീൻ പറഞ്ഞത്. തർക്കമുണ്ടാകുന്ന അവസ്ഥയിലേക്ക്, സാമ്പത്തിക നഷ്ടം വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിലും വിഷയം അങ്ങനെ തന്നെയല്ലേ. വലൗകാന ശത്രുഞ്ജൻ, അത് ചെസ്സാണെങ്കിലും എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ചെസ്സിനെ പറ്റി ചില ആൾക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, അത് തിരക്കടില്ല, അത് ഹലാലാണ്. അത് എടുത്തു പറഞ്ഞു പ്രത്യേകം, വലൗകാന ശത്രുഞ്ജൻ, ചെസ്സാണെങ്കിലും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതങ്ങനെ ഒരു പണച്ചെലവിന് വേണ്ടി വിനിയോഗിക്കേണ്ട ഒന്നല്ല ഈ വിനിയോഗം, അങ്ങനെ കൊടുക്കേണ്ടതുമല്ല. അതിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്, വിട്ടുവീഴ്ചകൾ വരുമ്പോഴാണ് നമ്മുടെ ആത്മീയമായ ഭാവങ്ങളൊക്കെ തകരുക. അങ്ങനെയാണത് വരിക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതൊന്നും തള്ളാനുള്ളതല്ല, നമ്മൾ ശരിക്കും സ്വീകരിക്കേണ്ടതാണ്, ശരിക്കും ഉൾക്കൊള്ളേണ്ടതാണ്. എന്താണ് ഈ മുന്നറിയിപ്പുകളൊക്കെ, ഇത് നടത്തിയതിൻ്റെ പിന്നിലുള്ള തത്വങ്ങളൊക്കെ എന്താണ്, നമ്മളെങ്ങനെ സ്വീകരിക്കേണ്ടത്? വലിയ മുന്നറിയിപ്പുകാരൻ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നദീറുൻ എന്നത് ഒരു വ്യക്തിയെപ്പറ്റി മാത്രം പറയുമ്പോൾ ആ മുന്നറിയിപ്പിൻ്റെ ഒരു വലുപ്പം ആലോചിച്ച് നോക്ക് നിങ്ങൾ. നമ്മൾ ആലോചിച്ചാൽ എത്ര വലിയ മുന്നറിയിപ്പാണ് തങ്ങൾ തന്നത്.
എന്താണ് തങ്ങൾ പറഞ്ഞു തരാത്തത്? എല്ലാം വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുള്ള ആളുകളായി മാറണം. അല്ലെങ്കിൽ നമ്മൾ ഈ വർത്തമാനം പറയേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഫകദ്ദബ്ന, ഞങ്ങൾ കളവാക്കി തള്ളി, ഞങ്ങളത് സ്വീകരിച്ചിട്ടില്ല, ഞങ്ങളൊരു നിലക്കും അത് ഉൾക്കൊണ്ടിട്ടില്ല. പിന്നെയും പറയുന്നു വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ. അത് വിലാപാണ് പിന്നെ പറയുന്നത്. ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വന്നു, ഞങ്ങൾ സ്വീകരിച്ചില്ല, തള്ളിയതാണ്. പിന്നെ പറഞ്ഞു ലൗ കുന്നാ നസ്മഉ, അന്നത് കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, അത് കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ നരകവാസികളിൽ പെടൂലായിരുന്നു, ഈ നരകത്തിൽ പോകേണ്ടി വരില്ലായിരുന്നു. അവർ ഏറ്റുപറയുകയാണ് മലക്കുകളോട്. ചോദിക്കുന്ന മലക്കുകൾ ഒറ്റ ചോദ്യമല്ലേ ചോദിച്ചത്? ചെറിയ ചോദ്യം. ഉത്തരം എത്ര വലുതാണ്! ഇനി എത്ര വലിയ ഉത്തരം ഉണ്ടായിട്ടും കാര്യമുണ്ടോ? രക്ഷപ്പെടാൻ പറ്റുമോ? അള്ളാഹു പറയുന്നു ഫഅ്തറഫൂ ബിദംബിഹിം, അവർ കുറ്റം സമ്മതിച്ചു. അവരായി ചെയ്ത കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ അവരെ ശിക്ഷിക്കുന്നത് വെറുതെ അങ്ങോട്ട് നമ്മളൊരു അധികാരം ഉപയോഗിച്ച് ശിക്ഷിക്കാണെന്ന് കരുതണ്ട. അവർ കുറ്റം സമ്മതിച്ചിട്ടാണ് ശിക്ഷ വാങ്ങുന്നത്. ഫഅ്തറഫൂ ബിദംബിഹിം, അവർ കുറ്റം സമ്മതിച്ചു. എന്താണ് കുറ്റം? ഈ അമ്പിയാക്കൾ, ഔലിയാക്കൾ വന്ന് അവർ പറഞ്ഞ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി തള്ളി, സ്വീകരിക്കാതെ നടന്നു. ഫസുഹ്ഖൻ ലി അസ്ഹാബിസ് സഈർ, ഒരു പക്ഷേ അത് മലക്കുകളെ ഭാഗത്തു നിന്നുള്ള എതിരായ പ്രാർത്ഥനയാണ്. ഫസുഹ്ഖൻ, വളരെ വിദൂരം, ലി അസ്ഹാബിസ് സഈർ, നരകവാസികൾക്ക്, സഈറിന്റെ ആളുകൾക്ക്. സഈർ എന്ന് കണ്ടില്ലേ ആവർത്തിച്ച് സൂറത്ത് തബാറക്കയിൽ? എത്ര സഈറായി പറയുന്നു? ഒരു സഈർ ആദ്യം പറഞ്ഞില്ലേ, വഅതദിനാ ലഹും അദാബ സഈർ, കത്തിജ്വലിക്കുന്ന നരകം. അതാണല്ലോ സഈർ എന്ന വാക്കിന്റെ അർത്ഥം. എപ്പോഴും അത് കത്തിജ്വലിക്കുകയാണ്. കെട്ടുപോകുന്ന ഒരവസ്ഥ നരകത്തിനില്ല എന്നുള്ളൊരവസ്ഥ പറഞ്ഞതാണ്. വഅതദിനാ ലഹും അദാബ സഈർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സഈറിന്റെ ആളുകളായി ഞങ്ങൾ മാറേണ്ടില്ലായിരുന്നു എന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. ഇതിന്റെ തൊട്ടു മുമ്പുള്ള ആയത്തിലും പറഞ്ഞില്ലേ, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ. ആവർത്തിച്ച് കണ്ടില്ലേ നിങ്ങൾ സഈർ പറയുന്നത്? ഇപ്പൊ 3 വട്ടമായി തബാറക സൂറത്തിൽ നരകത്തിന്റെ ആ കടുപ്പം വിശദീകരിക്കുന്ന വാക്ക് അള്ളാഹു ആവർത്തിച്ച് പറയുന്നു. ഒരേ വാക്ക് ആവർത്തിച്ച് പറയുമ്പോൾ അതിന്റെ ആ ഒരു ഗൗരവ മനസ്സിലാക്കേണ്ടത്. ആദ്യം പറഞ്ഞു വഅതദിനാ ലഹും അദാബ സഈർ. അപ്പൊ അതാ 10ാമത്തെ ആയത്തിലും പറഞ്ഞു ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങളത് കേട്ട് ഉൾക്കൊണ്ടിരുന്നെങ്കിൽ. നമ്മൾ കേട്ടാൽ മാത്രം പോരാ, ഉൾക്കൊള്ളുകയും വേണം. രണ്ടിനുള്ള കഴിവ് അല്ലാഹു തന്നിട്ടുണ്ട്. കേൾക്കുകയും ചെയ്യാം, മനസ്സിലാക്കുകയും ചെയ്യാം. സമഉണ്ട്, അഖിലുണ്ട്. അഖിലില്ലേ ഓനോട് പ്രത്യേകം ചോദ്യമല്ല. എന്തേ മനസ്സിലാക്കായിരുന്നു? പഠിച്ചോനെ, എനിക്ക് അഖില് നീ തന്നില്ലല്ലോ, ഓൻ ഏതെങ്കിലും നിനക്ക് രക്ഷപ്പെടും. എനിക്ക് ബുദ്ധി ഇല്ലല്ലോ അല്ലാ, ബുദ്ധി നീ തന്നിട്ടില്ലല്ലോ. ഞാനൊന്നും കേട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് തന്നിട്ടില്ലല്ലോ, ഓനെങ്കിലൊക്കെ രക്ഷപ്പെടാം. അതുകൊണ്ടല്ലേ പരമസാധുക്കളായ, വലിയ തന്ത്രവും വളവും വക്രതൊന്നും ഇല്ലാത്ത ആളുകൾ, പച്ചപ്പാവങ്ങളാണ് നരകത്തിൽ കൂടുതൽ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? അക്സറു അഹ്ലിൽ ജന്നത്തി അൽ ബുൽഹു, വളവന്മാരും വക്രതയുള്ളവരും അല്ല, ചതിയന്മാരും അല്ല. സ്വർഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അൽ ബുൽഹു, പച്ചപ്പാവങ്ങളാണ്. ഓലങ്ങനെ വക്രതക്കും വളവിനും അതുപോലെ തന്നെ കൂടോത്രത്തിനും കുരുത്തക്കേടിനൊന്നും ഓല് പോയിട്ടില്ല. ഓലങ്ങനെ സാധുക്കളായി ജീവിച്ചതാണ്. ഓല ഇബാദത്തും ഓല ഇൽമുമായിട്ട് അങ്ങനെ കൂടിയതാണ്. ഓലങ്ങനെ വേറെ കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഓല കണ്ടാൽ അങ്ങനെ ഒരു വലിയ മേനി നടിക്കൂല. അങ്ങനത്തെ പച്ചഭാവങ്ങളാണ് അവർ. അവർ കേട്ട് ഉൾക്കൊള്ളാൻ അവർ മുൻപന്തിയിലാണ്. നരകക്കാരായ ആൾക്കാർ പറയുന്നു കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായി. ഇനി കേൾക്കുവോ? വിലാപത്തിന്റെ ഒരു ശൈലിയാണ്. വേറെ ഒരു ശൈലി ഖുർആൻ പറയുന്നുണ്ട്. ഒരു ചാൻസും കൂടി തരാണെങ്കിൽ പഠിച്ചോ, രണ്ടാമത്തെ വേണ്ട. ലോ അന്നലന കറ, ഒറ്റ ചാൻസ് കൂടി തരുമോ? നാ മുഅ്മിനായിട്ടുണ്ട് വരാം. നടക്കോ? ഇനി മുഅ്മിനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാം, സ്വാലിഹീങ്ങളായിട്ട് വരാം, എന്തും ചെയ്ത് വരാം. അത് ഇനി നടക്കൂല, അത് നേരത്തെ കഴിഞ്ഞു പോയി. ഇപ്പൊ കുറ്റം സമ്മതിച്ച് ശിക്ഷ വാങ്ങുക. ഫഅ്തറഫൂ ബിദംബിഹിം, എത്ര വലിയൊരു വർത്തമാനമാണത്. അവർ ചെയ്ത പാപം അവർ സമ്മതിച്ചു, അവർ ചെയ്ത കുറ്റം അവർ ഏറ്റുപറഞ്ഞു.
ഇനി അള്ളാന്റെ മഗ്ഫിറത്ത് അവർക്ക് ലഭിക്കൂല. കാരണം സ്വന്തം ശരീരത്തിന്റെ കുറ്റമല്ലേ ഏറ്റുപറഞ്ഞത്. ഫസുഹുഖൽ ലിഅസ്ഹാബിസ് സഈർ. ഇത് കേൾക്കുമ്പോ അല്ലാഹു തആലാന്റെ മലക്കുകൾ പറയുന്നു, നരകക്കാരായി തീർന്ന ആളുകളെ നിങ്ങൾക്ക് ദൂരം തന്നെ, അള്ളാന്റെ റഹ്മത്തിനൊട്ടിട്ട് നിങ്ങൾ അകന്നു പോവുകയാണ്, നിങ്ങൾക്കിവിടെ രക്ഷയില്ല. നരകക്കാര് നരകത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ ബോധ്യപ്പെടുത്തി അല്ലാഹു തആല ശിക്ഷിക്കുകയാണ്. എന്നാൽ ബോധ്യപ്പെടുത്താതെ തന്നെ കുറ്റവാളികളായ ഒരു ടീമിനെ പിടിച്ച് നേരത്തെ തന്നെ ഇടുന്നുണ്ട്. ഹിസാബില്ലാത്തവരാണ്. ഹിസാബില്ലാതെ പോകുന്നത് സ്വർഗത്തിലേക്കും ഉണ്ട്, നരകത്തിലേക്കും ഉണ്ട്. രണ്ടു കൂട്ടരിലേക്കും ഉണ്ട്. നരകത്തിലേക്ക് ഹിസാബില്ലാതെ പോകുന്നവരെ പറ്റിയാണ് അർ-റഹ്മാനിൽ പറഞ്ഞത്, യുറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയുഖദു ബിന്നവാസി വല്ലഖ്ദാം. കുറ്റവാളികളെ അടയാളം നോക്കി തിരിച്ചറിയും. അവരെ മൂർധാവും കാൽപാദവും കൂട്ടിയങ്ങ് കെട്ടും. എന്നിട്ടൊരു പിടുത്തമാണ്. ആ പിടിച്ചിട്ടൊരൊറ്റയേറാണ്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ സുഖത്തിന് വേണ്ടി ഒരു കാറിൽ വസ്തുക്കൾ കെട്ടിയിട്ട് അങ്ങോട്ടിടുന്നത്. ലഗേജ് ഒക്കെ കണ്ടില്ലേ ഒരു കാറിൽ മൊത്തം കെട്ടിയിട്ട് അങ്ങോട്ടിടുന്നത്. ഇതേ രൂപത്തിൽ മനുഷ്യന്റെ മൂർധാവും കാൽപാദവും ഒന്ന് വളച്ചു വെക്കും. എന്നിട്ടൊരു പിടുത്തം പിടിക്കും. എന്നിട്ടൊരൊറ്റയേറാണ്. സ്പീഡിൽ പെട്ടെന്ന് എറിഞ്ഞു കഴിയണ്ടേ. അങ്ങനെ ചില കുറ്റവാളികളുണ്ട്. അവരോട് ചോദിക്കേണ്ടതില്ല. അടയാളം കണ്ടാൽ തന്നെ മനസ്സിലാകും ഇവര് നരകത്തിൽ നേരത്തെ പോകാനുള്ളവരാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ളവർക്കും അങ്ങനെ നിശ്ചിത അടയാളങ്ങളുണ്ട്. അവരോടും ചോദിക്കേണ്ടതില്ല. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ശുഹദാക്കൾ. അവരോട് പ്രത്യേകം ചോദിക്കേണ്ടേയില്ല. നിങ്ങൾ എന്തേ ചെയ്തത്, എങ്ങനെ ജീവിച്ചതെന്ന് ചോദിക്കേണ്ടേയില്ല. അടയാളങ്ങൾ അവരിൽ തന്നെ ഉണ്ട്. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സ്വർഗീയസ്ഥരിൽ നമ്മളെ ചേർത്തി തെരുമാറാകട്ടെ. ഈ തബാറക സൂറത്തിൽ വിശ്വാസികളെ പറ്റി അള്ളാഹു പറയുന്നത്, വിജയിക്കുന്നവരുടെ അടയാളം പറയുന്നത് 12-ാമത്തെ ആയത്തിലാണ്. ഒരൊറ്റ ആയത്തിലാണ് വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പറയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. صدق الله العظيم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين.